1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വീട് നിർമ്മാണത്തിനുള്ള കാലതാമസം മാറിക്കിട്ടുന്നു. വീടിങ്ങനെ വളരെ സാവധാനം വീടിന്റെ പണി നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ആ കാരണങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വേഗം പണി പൂർത്തിയാക്കി നിങ്ങൾക്ക് ഈ മാസം താമസിക്കാൻ സാധിക്കുന്നു. അതുപോലെ മനസമാധാനം ധാരാളമായിട്ട് ഉണ്ടാകുന്നു. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ഓരോ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള തടസ്സങ്ങൾ, അതിലേക്ക് വേണ്ടിയുള്ള നടന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി കാര്യങ്ങളെല്ലാം വേഗം നടന്നു കിട്ടാൻ സാധിക്കുന്നു. ചില കാര്യങ്ങൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിലതിനൊക്കെ ലൈസൻസ് ലഭിക്കുന്നതിനോ പെർമിഷൻ ലഭിക്കുന്നതിനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രമിച്ചാൽ ധാരാളം ധനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാസവും കൂടിയാണിത്. അതുപോലെ തന്നെ നല്ല നിക്ഷേപ പദ്ധതികളിൽ ചേരുന്നതിനും സാധിക്കുന്നു. എവിടെ ചെന്നാലും സുഖമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അത് ആ ഒരവസ്ഥ മാറിക്കിട്ടുന്നു. പകരം സന്തോഷവും സുഖവും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. നിങ്ങൾ മൂലം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഉയർച്ച ഉണ്ടാകുന്നു. കാരണം അവരുടെ സങ്കടത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ശല്യം കുറഞ്ഞു കിട്ടുന്നു. രോഗത്താൽ ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്ന അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തക്ക ചികിത്സ ലഭിക്കുകയും രോഗം ഭേദമാവുകയും ചെയ്യുന്നു ആയിട്ടാണ് കാണുന്നത്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഖനന മേഖലയിലുള്ളവർക്ക് അത്ര ഒരു നല്ല സമയമില്ല. അവർക്ക് അപകടം, നഷ്ടം, രോഗം എന്നിവ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. ചില അശ്വതി നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ചില രോഗങ്ങളോ വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങളോ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാനഹാനി ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും വിവേകപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുക ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അശ്വതി നക്ഷത്രക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബാല്യകാലത്തുള്ള അസുഖങ്ങളാണ്. ഈ കാലത്ത് കുട്ടികളെ അഗ്നിയിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി നിർത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം അതിന് അവർക്ക് അപകട സാധ്യതയുള്ള ഒരു സമയമാണ്. അത് ശ്രദ്ധിക്കുക. അതുപോലെ താൽക്കാലികമായിട്ട് ആണെങ്കിൽ തന്നെയും സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ഇതില് ചിലർക്കാണെങ്കിൽ പുതിയ വീട് പണിതിട്ട് വീട് നിർമ്മിച്ച് അങ്ങോട്ടേക്ക് മാറി താമസിക്കുന്നതിനോ അതല്ലെങ്കിൽ അച്ഛനമ്മമാർ സഹിതം വേറൊരു വീട് വാങ്ങി അങ്ങോട്ടേക്ക് താമസിക്കുന്നതിനോ ഉള്ള ഒരു യോഗം കാണുന്നു. എന്നാൽ അപൂർവം ചിലർക്കാണെങ്കിൽ അച്ഛനമ്മമാർ സഹിതം അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ക്രമേണയായി സാമ്പത്തിക സ്ഥിതി കുടുംബത്തിൻ്റെ മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് കാണുന്നത്. 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് രക്ഷകർത്താക്കൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസം ഈ കുട്ടിക്ക് സ്കൂളിൽ ചേരുന്നതിനും അത് തുടർന്ന് പഠിക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ കുടുംബത്തിലെ ഒരു വാഹനം ലഭ്യമാകുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ ക്രമേണ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇത് സാധാരണ ഉള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടാകും എങ്കിൽ തന്നെയും അതൊന്നും വലിയൊരു പ്രശ്നം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കുടുംബത്തിന് ഉള്ള ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പുതിയ ഒരു വസ്തു വീട് വാങ്ങുന്നതിന് വേണ്ടി ഒരു വസ്തു വാങ്ങുന്നതിനും ചിലർക്ക് യോഗം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ കുടുംബ സ്വത്ത് വീതം വെച്ചിട്ട് ഒരു ഭാഗം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അധികം ഒരു നല്ല കാലം അല്ല. എല്ലാവർക്കുമല്ല, ചില അശ്വതി നക്ഷത്രക്കാർക്കാണ് സർക്കാരിൽ നിന്നും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അനിഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായി വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ സമയം കേസുകൾ നടത്തിയാൽ വിജയ സാധ്യത കുറവാണ്. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക്
ആദ്യമൊക്കെ ചില പ്രശ്നങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകാമെങ്കിലും ചില അപൂർവം ചിലർക്ക്, എന്നാലും അതെല്ലാം നേരെയായി നല്ല വിദ്യാഭ്യാസം, അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രേമമുള്ളവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പ്രേമം പരാജയപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഈ കാലയളവിൽ കാണുന്നില്ല. തൊഴിലിന് ഉയർച്ച ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനുള്ള യോഗമുണ്ട്. കൂടാതെ സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. ഈ സമയം അപൂർവം ചില അശ്വതി നക്ഷത്രക്കാർക്ക് വാദം, പിത്തം, കഫം എന്നിവയുടെ മൂലമുള്ള, അവരുടെ കുറച്ചിൽ മൂലമുള്ള, ഏറ്റക്കുറച്ചിൽ മൂലമുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ചില പ്രത്യേക ബഹുമതികൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഒരു ഗുഡ് സർവീസ് എൻട്രിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പലതും അവർക്ക് ലഭിക്കാം. പ്രവൃത്തി മണ്ഡലവും വീടുമായി ഒക്കെ യോജിച്ചു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ചിലർക്ക് സ്കോളർഷിപ്പോ മറ്റോ ലഭിക്കുന്നതിനുള്ള യോഗം ചിലർക്ക് കാണുന്നുണ്ട്. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു നല്ല കാലഘട്ടമാണ്. മികച്ച സമ്പാദ്യ പദ്ധതികൾ നിങ്ങൾ നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അസൂയ ഉള്ള ആൾക്കാരും ശത്രുക്കളായിട്ടുള്ള ആൾക്കാരും പ്രതികാര നടപടികളുമായി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നും ബാധിക്കാതിരിക്കാനായിട്ട് സാധിക്കും. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും എല്ലാവരുമായി ഒരുവിധം ഐക്യത്തിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും. അടുപ്പിക്കാൻ കൊള്ളാത്തവരുമായി ഒരിക്കലും നിങ്ങൾ ഇടപാടുകൾ നടത്തരുത്. സാമ്പത്തിക ഇടപാടായിരുന്നാലും മറ്റുള്ള ഇടപാടായിരുന്നാലും വളരെ നടത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തൊഴിൽ ചെയ്യുന്നവരും വ്യാപാരികളും വളരെ ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ലാതെ അവർക്ക് ധാരാളം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയവും കൂടിയാണിത്. 46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തൊഴിലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നവയാണ്. അതുപോലെ വയർ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഹൃദയത്തിന് ചിലർക്ക് ചില അസ്വസ്ഥതകളും ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ സമയം ഒരു വൈദ്യസഹായം നിങ്ങൾ തേടേണ്ടതാണ്. സമാധാനവും ഒക്കെ കുടുംബത്തിലൊക്കെ കൈവരിക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നു. 64 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തമായി തൊഴിൽ നടത്തുന്നവർക്കാണെങ്കിൽ ഏറെ ഗുണകരമായ ഒരു കാലഘട്ടമാണിത്. തൊഴിലിൽ വളരെയധികം പുരോഗതി ലഭിക്കുന്നു. ബിസിനസ്സുകാർക്കും അങ്ങനെ വ്യാപാരം ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായ കാലമാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഈ സമയം ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ മോഷ്ടാക്കളിൽ നിന്നും ചില ഭയം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ വളരെ വിലപ്പെട്ട വസ്തുവകകൾ നിങ്ങൾ സൂക്ഷിക്കുക. വയറു സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരണതായിട്ട് കാണുന്നില്ല. പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് അവാർഡോ ബഹുമതിയോ ഒക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു നല്ല വ്യവസായി എന്ന നിലയിലോ അല്ലെങ്കിൽ നല്ലൊരു സംരംഭകൻ എന്ന നിലയിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബഹുമതികളൊക്കെ ലഭിച്ചേക്കാം. അതുപോലെ സമ്പാദ്യ പദ്ധതികളിൽ നിന്നും നിങ്ങൾക്ക് മികച്ച രീതിയിൽ വരുമാനം കിട്ടി തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഉത്തമമായിട്ടുള്ള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഏറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു നല്ല വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ കിട്ടേണ്ടിയിരുന്ന, അതായത് നിങ്ങൾക്ക് പലപ്പോഴും പല രീതിയിൽ നിങ്ങളൊരു കോൺട്രാക്ടർ ആണെങ്കിലോ അല്ലെങ്കിലോ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പൈസകൾ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്കത് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ധനപരമായി വളരെയധികം നേട്ടമുള്ള ഒരു സമയമാണ്. പഴയകാല സുഹൃത്തുക്കളെ കാണുന്നതിനും അവരുമായിട്ട് സൗഹൃദം പുതുക്കുന്നതിനും കൂടി ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. പിന്നെ ഈ 2002 ചിങ്ങമാസത്തില് ബുധനും ഗുരുവും കൂടി കർക്കിടക രാശിയിൽ ഒരു സന്ധിക്കുന്നതിനാല് ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച സംസാരശേഷി ഇവ നൽകുന്നതായിട്ടാണ് കാണുന്നത്. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അറിവ്, വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനുള്ള ഒരു കഴിവും ലഭിക്കുന്നതായിട്ടാണ് ഈ യോഗം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ. ചിലർക്ക് നല്ലൊരു പ്രഭാഷകനാകാനായിട്ട് സാധിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു.
ധനനേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കരിയറിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നു. സാമ്പത്തിക സ്ഥിതി കൈവരിക്കാനായിട്ട് സാധിക്കുന്നു. സാമ്പത്തിക സ്ഥിരതയും ഉണ്ടാകുന്നു. കലകളിലും സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിലുള്ളവർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇതിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എല്ലാവരോടും സ്നേഹമുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നു. സൽ സ്വഭാവവും ധർമ്മിഷ്ഠപരമായ ഒരു ജീവിതവും പൊതുവെ ലഭിക്കുന്നതിനൊരു സാധ്യത ഈ യോഗം മൂലം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ഇനി കർക്കിടക രാശിക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർക്കിടക രാശിക്കാർക്ക് കൂടുതൽ ഫലങ്ങൾ ഉച്ചസ്ഥനായി കർക്കിടത്തിൽ നിൽക്കുന്ന ഗുരു അവർക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത്. ബിസിനസ്സിലും ജോലിയിലും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ കഠിനാധ്വാനം ഇവർക്ക് ഉണ്ടാകുന്നു. അവർക്ക് അതിനുള്ള അംഗീകാരങ്ങൾ അവർക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ തൊഴിലിലൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിങ്ങ രാശിയിലെ സൂര്യനും കേതുവും കൂടി യോഗം വരുന്നതിനാല് ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. ഇച്ഛാശക്തിയെ ഇത് പ്രസാരമായി ബാധിക്കുന്നു. അതുപോലെ വയറു സംബന്ധിച്ച അസുഖങ്ങൾ, തലവേദന, വയറു സംബന്ധിച്ച അസുഖങ്ങൾ, ഊർജ്ജക്കുറവ്, ഒരു ഉന്മേഷക്കുറവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മടിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊഴിലിൽ, അതായത് കരിയറിലും ബിസിനസ്സിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ട് ഈ ഗ്രഹണ യോഗം കൊണ്ട് ഒരു അതിൻ്റെ ഒരു മോശമായ ഒരു ഫലമാണ് നിങ്ങൾക്ക് വരുന്നത്. എല്ലാവർക്കും, ചിലർക്കാണ്. ചിലർക്ക് അലച്ചിൽ നേരിടേണ്ടതായിട്ട് വരുന്നു. ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഇങ്ങനെ പോകേണ്ടതായിട്ടൊക്കെ വരുന്നു. അതുപോലെ അനാവശ്യമായ വാഗ്ദാനങ്ങളും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്നാണ് ഈ സമയം പറയുന്നെങ്കിൽ നിങ്ങളുടെ അത് ശരിക്കും അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഈ യോഗം മൂലം. അതുകൊണ്ട് അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങളൊക്കെ പറയാൻ. നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആർക്കും വാഗ്ദാനം ചെയ്യരുത്. കോപം ഒഴിവാക്കുക. ഇനി ചന്ദ്ര ശുക്ര യോഗം നടക്കുന്നതിനാല് അത് കന്നി രാശിയുടെ വ്യക്തിയുടെ മനസ്സിനെയൊക്കെ ബാധിക്കാനായിട്ടുള്ള ഒരു കന്നി രാശിയിലാണ് ഈ യോഗം നടക്കുന്നത്. ശുക്ര ചന്ദ്രയുതി എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ശുക്ര ചന്ദ്രയുതി എന്നാണ് കന്യരാശിയിൽ നടക്കുന്ന ഈ യോഗത്തിനെ പറയുന്നത്. വ്യക്തിയുടെ മനസ്സിനെയും സർഗാത്മികതയെയും ജീവിത രീതിയെയും പ്രത്യേകം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണിത്. ചന്ദ്രന്റെയും ശുക്രന്റെയും ഈ യോഗം. അത് കന്യരാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥിതിയായിട്ടാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലയിൽ പ്രത്യേകം താല്പര്യവും കഴിവും ഉണ്ടാകുന്നു. ചില കുട്ടികൾക്ക് ഇതിനോട് താല്പര്യം പ്രവർത്തിക്കുന്ന നിരുത്സാഹപ്പെടുത്താണ്ട് അവരെ ചിത്രകലയിലും സംഗീതത്തിലും ഒക്കെ അവരെ നിങ്ങൾ പിന്തുണയ്ക്കുക, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുക. ഇത് മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഇതാണ് ഒരു ഉപജീവന മാർഗമെന്ന് കരുതി പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ യോഗം മൂലം ലഭിക്കുന്നു. ആരെങ്കിലും സങ്കടപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരോട് ഒരു അനുകമ്പ തോന്നുകയും അവരെ സഹായിക്കാനായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് ഈ യോഗം മൂലം കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്തു തീർക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ഒരു ടൈം ബോണ്ട് കൊടുത്ത് ആ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ഉദ്യോഗമായി ഇതായിരുന്നാലും അത് മറ്റുള്ള രീതിയിലായിരുന്നാലും എല്ലാം അവർ കൃത്യമായി അത് ചെയ്തു കിട്ടുന്നു. വസ്ത്രധാരണത്തിലും ചുറ്റുപാടുകളിലും ഇവർ ആകെക്കുറെ ഒരു ഭംഗി വരുത്തുവാനായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നു. അതായത് വ്യക്തിപരമായ ശുദ്ധിയിലും ആ ഒരു വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന കാര്യത്തിലായിരുന്നാലും എല്ലാം ഇവർ നല്ല ഭംഗിയായി ചെയ്യാനായിട്ട് ഇവര് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതെല്ലാം ഈ യോഗത്തിന്റെ ചന്ദ്രശുക്ര യോഗത്തിന്റെ ഒരു ഗുണം തന്നെയാണ്. സ്നേഹം, പ്രണയം എന്നിവയോട് ആത്മാർത്ഥത കാണിക്കും എങ്കിലും കന്നിരാശിയിലെ ശുക്രന്റെ ബലക്ഷയം മൂലം ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായ ചിന്തകളോ മാനസിക സംഘർഷങ്ങളോ ഇതുമൂലം ഉണ്ടാകാം. ഇത് പ്രണയത്തിൽ മാത്രമാണ് വരുന്നത്, അത് എല്ലാവർക്കുമല്ല, വളരെ ചിലർക്കാണ് വരുന്നത്. അത് ശുക്രൻ അവിടെ നീചസ്ഥനായതുകൊണ്ടാണ് ഇത് വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നത്. നിങ്ങൾക്ക് ഈ ജ്യോതിഷ സംബന്ധമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്.
കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇതെല്ലാം വെറും ജനറലായിട്ട് പറയുകയാണ്, സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ഈ വരുന്ന ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.